സംവാദങ്ങൾ വളരെ നല്ല തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംവാദം കൊണ്ട് ആരും ഇസ്ലാമിക്ക് വരുമൊന്നുമില്ല. ഉള്ളവർക്ക് ഉറക്കാൻ പറ്റും. ഉള്ള ആൾക്കാർക്ക് ഈമാൻ ഉറക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പറ്റും. അതേ സമയത്ത് ആവശ്യമുള്ള തന്നെയാണ്, നമ്മളതിനെ മോശമാക്കൊന്നും വേണ്ട. പക്ഷെ അതിന് 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, അഗാധമായ ജ്ഞാനം, അറിവുണ്ടായിരിക്കണം. രണ്ടാമത്തേത്, കൂർമ്മ ബുദ്ധി ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത്, ഇന്നത്തെ കാലത്തൊക്കെ സംവാദം നടത്തണമെങ്കിൽ അത്യാവശ്യം പൈസയും കൂടി വേണം, എന്നാലേ നടക്കുള്ളൂ. അങ്ങനെ 3 കാര്യങ്ങൾ അതിനുണ്ടായിരിക്കണം. വേണ്ട തന്നെയാണ്, വളരെ ഉഷാറാണ്. സംവാദം നടക്കണമെങ്കിൽ ആദ്യം വാദം ഉണ്ടാവണം, അല്ലാതെ സംവാദം നടക്കൂലല്ലോ. വാദം ഉണ്ടെങ്കിലാണ് സംവാദം നടക്കുക. ഒരാൾ ഇപ്പോൾ പകലാണെന്ന് വാദിക്കുന്നു, വേറൊരാൾ അല്ല ഇപ്പോൾ രാത്രിയാണെന്ന് വാദിക്കുന്നു. ഒരേ സാധനത്തിൽ 2 വാദം ഉണ്ടെങ്കിൽ ഒരാൾ അള്ളാഹു ഉണ്ട് എന്ന് വാദിക്കുന്നു, ഒരാൾ അള്ളാഹു ഇല്ല എന്ന് വാദിക്കുന്നു, സംവാദം ഉണ്ടാവും. ഒരാൾ അള്ളാഹു ഉണ്ട് എന്ന് വാദിക്കുന്നു, മറ്റൊരാൾ അള്ളാഹു ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ സംവാദം നടക്കൂല. ഒരു വാദവും അതിനൊരു എതിർവാദവും ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് സംവാദം നടക്കുക. അല്ലെങ്കിൽ വെറുതെ കൊണ്ട് വർത്തമാനം പറയാൻ പോയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. പേര് മാറിയതുകൊണ്ടും സംവാദം നടക്കൂല. ഇപ്പം അത് പകലാണ്, വേറൊരാൾ പറഞ്ഞു അല്ല രാത്രിയാണ് എന്ന്. അപ്പം നമ്മൾ പറഞ്ഞു കണ്ടില്ലടാ ലൈറ്റ് കണ്ടില്ലേ, അതന്നെയല്ലേ ഞാൻ പറഞ്ഞത് രാത്രിയാണെന്ന്. എന്നാണ് ഓൻ പറഞ്ഞത്, സംവാദം നടക്കൂല. അപ്പം നമ്മൾ അവനോട് പറഞ്ഞു ആൾക്കാരൊക്കെ ഇരിക്കണത് നമുക്ക് ഇങ്ങനെ കാണാണ്ടല്ലോ, ഇവിടെ കാര്യം എന്ന് വെച്ച് നോക്കാറുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അതന്നെ, അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ രാത്രിയാന്ന് പറഞ്ഞത് എന്നാണ്. അപ്പോൾ ഓൻ എന്താ സംഭവിച്ചാൽ പേര് മാറിയതാണ്. നമ്മൾ പകല് നിട്ടതിൻ്റെ പേര് ഓന് രാത്രി നിട്ടതാണ്. അതിമഞ്ഞ് സംവാദം നടക്കൂല. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറയാനേ പിന്നെ അതിൽ നടക്കുള്ളൂ. ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിന് അള്ളയാണ് എന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു അത് പ്രകൃതിയാണ് എന്ന് പറഞ്ഞു. ഒരേ സാധനത്തിന് 2 പേരിട്ടിട്ട് പിന്നെ സംവാദം നടക്കൂലല്ലോ. അങ്ങനെ ഇടാൻ പറ്റൂല എന്നുള്ളത് വേറെ ഒക്കെ വേണമെങ്കിൽ സംവദിക്കുക എന്നുള്ളത് ഒഴിച്ചാൽ ഇട്ടാലിട്ടില്ലെങ്കിലും സംഗതി ഒന്ന് തന്നെയാണല്ലോ. പേരിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇലാഹിയത്തിൻ്റെ അള്ളാഹു ഉണ്ട് എന്ന വാദത്തെയാണ് ഇലാഹിയത്ത് എന്ന് പറയുന്നത്. ഇതിനെ നേരെ ഓപ്പോസിറ്റുള്ളതിനെയാണ് നമ്മൾ നിരീശ്വരവാദം എന്ന് പറയുന്നത്. അവിടെ പേരിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. കാരണം മഅബൂദായ ഇലാഹിന് അവൻ തന്നെ നൽകിയിട്ടുള്ള പേരാണ് അള്ളാഹു എന്നത്. അള്ളാഹ്ക്ക് അള്ളാഹ് എന്നുള്ള പേര് ആരിട്ടതാ? അള്ളനിട്ടതാണ്. മഅബൂദായ ഇലാഹിന് അവൻ തന്നെ നൽകിയിട്ടുള്ള പേരാണ് അള്ളാഹു എന്നത്. അതുകൊണ്ട് തന്നെ അതിന് പരിഭാഷ ഉണ്ടാവില്ല. പേരിന് ശരിക്കും ഇപ്പം എൻ്റെ പേരിൻ്റെ വാപ്പ എനിക്ക് ഇട്ടത് സാലിം എന്നാണ്. അഹമ്മദ് സാലിം എന്നുണ്ട്, സൗകര്യത്തിന് സാലിം എന്നാണ് പറയല്. മറ്റേത് എഴുത്തിൽ എൻ്റെ ആധാർ കാർഡിലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പറച്ചില്ല അഹമ്മദ് സാലിം, ഇല്ല സാലിം എന്ന് പറയും. സാലിം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം രക്ഷപ്പെട്ടോന് എന്നാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം ജുമാക്ക് പള്ളിക്കൊക്കെ നടന്നു പോകുമ്പോൾ ഒരാൾ പീഡിയക്കൊലയും എന്നിട്ട് രക്ഷപ്പെട്ടോനെ എവിടുക്കാ പോണതെന്ന് ചോദിച്ചാൽ ഞാൻ നോക്കൂല. കാരണം എൻ്റെ പേരല്ല. എൻ്റെ പേര് മലയാളത്തിലും സാലിമാണ്, എൻ്റെ പേര് തമിഴിലും സാലിമാണ്, എൻ്റെ പേര് ഇംഗ്ലീഷിലും സാലിമാണ്. എൻ്റെ പേര് ഇനി ഒരാൾ സംസ്കൃതത്തിൽ വർത്താനം പറയുകയാണെങ്കിൽ അതിലും പേര് സാലിം തന്നെയാണ്. മഅബൂദായ ഇലാഹിന് അവൻ നൽകിയിട്ടുള്ള പേരാണ് അള്ളാഹു എന്ന പേര്. അത് മലയാളത്തിലും അങ്ങനെ തന്നെയാണ്, അത് ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്, അത് എല്ലാ ഭാഷയിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. പിന്നെ ചിലപ്പം ചിലയിടത്ത് വാശി പിടിച്ചാൽ നടക്കൂല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറയുമെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും അള്ളാൻ്റെ പേരല്ല. അള്ളാൻ്റെ പേര് അള്ളാഹ് തന്നെയാണ്. മനസ്സിലാകാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലാവുക എന്നതിൽ മാത്രം അത് ഒതുങ്ങും, അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല എന്ന് മാത്രം. അപ്പോൾ ലോകത്ത് 4 വാദങ്ങളാണ് അള്ളാഹുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, അള്ളാഹു ഉണ്ട്, അവൻ ഏകനാകുന്നു, എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്ന വാദത്തെയാണ് ഇലാഹിയത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വാദം ഇനാദിയത്ത് എന്ന് പറഞ്ഞതാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇനാദിയത്ത് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം, അള്ളാഹു ഇല്ല എന്ന വാദമാണ് ഇനാദിയത്ത്. മൂന്നാമത്തെ ഒരു വാദമുണ്ട്, അതിന് ലാ അദിരിയത്ത് എന്ന് പറയും. ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല, ഉണ്ടായാലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു കൂട്ടര്. അതാണ് ലാ അദിരിയത്ത് എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു വാദമുണ്ട്, അതിനെ ഇന്ദിയത്ത് എന്ന് പറയും. ഇന്ദിയത്ത് എന്ന് പറഞ്ഞാൽ അവനാന് പോയിച്ച മാതിരിയൊക്കെ അവനാൻ പറയാം, അവനാന് തോന്നിയ മാതിരിയൊക്കെ പറയാം. അതിനാണ് ഇന്ദിയത്ത് എന്ന് പറഞ്ഞത്. അതിൽ വളരെ കടന്ന വാദങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്ക് എന്താണോ മനസ്സിലായത് അത് തന്നെയാകുന്നു അവൻ്റെ ദൈവം എന്നൊക്കെ പറയും.
അതിലൊക്കെ പറയുന്ന പേരാണ് ഇന്ദിയത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 വാദങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിൽ സംസാരം എല്ലാവരായിട്ടും നടക്കും, അതേസമയത്ത് സംവാദം ഇനാദിയത്തുമായിട്ടാണ് നടക്കുക. ഇലാഹിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇനാദിയത്ത് എന്ന് പറയുന്ന കൂട്ടരായിട്ടാണ് നടക്കുക. അപ്പോൾ ഒരേ വിഷയത്തിൽ തന്നെ 2 വാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിൽ സംവാദം സാധ്യമാകുന്നത്. അപ്പം നമ്മളെ വാദം ഇപ്പോൾ ഈ വിഷയം ഏത് വിഷയം എടുത്താലും, നിരീശ്വരവാദം എടുത്താലും, യുക്തിവാദം എടുത്താലും, ലിബറലിസം എടുത്താലും, എങ്ങനെ എന്തെടുത്താലും ആദ്യം 3 കാര്യങ്ങളാണ് ഏത് വിഷയത്തിലും പഠിക്കേണ്ടത്. 3 കാര്യങ്ങളാണ്. എന്താണ് ആ സംഭവം? അതാണ് ഒരു കാര്യം. അപ്പോൾ ഖദാ ഖദറിലെ വിശ്വാസമാണെങ്കിൽ 3 കാര്യങ്ങളാണ്. എന്താണ് ഖദാ ഖദറിലെ വിശ്വാസം? 2, എന്തിനാണ് അങ്ങനെ വിശ്വസിക്കുന്നത്? അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തേത്, ഇതിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി എന്താണ്? നമ്മൾ മൂന്നാമത്തതാണ് ആദ്യം പഠിക്കുക. അത് തന്നെയാണ് നമ്മളെ കുഴപ്പം. വിമർശനത്തിൻ്റെ മറുപടിയാണ് നമ്മൾ ആദ്യം പഠിക്കുക. ഓലങ്ങനെ പറഞ്ഞു, അത് തെറ്റാകുന്നു എന്നാണ്. നമ്മളെന്താ പറയണതെന്ന് ചോദിച്ചാൽ നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെയാണ്. സ്ത്രീകളും പള്ളിയും എന്ന വിഷയത്തിൽ നമ്മളെന്താ പറയണത്? പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകൾക്ക് വേണ്ടി സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ പാടില്ലാത്തതാകുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരാൻ താല്പര്യം പ്രകടിപ്പിച്ച സ്ത്രീയോട് നിനക്ക് നിന്റെ വീടാണ് ഉത്തമമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മൾ പറയണത്. എല്ലാ വിഷയത്തിലും ആദ്യം നമ്മളെന്താ പറഞ്ഞതെന്ന് നമുക്കറിയണം. എന്നിട്ടല്ല പിന്നെ രണ്ടാമത്തതാണ് മറ്റോരെന്താ പറഞ്ഞതെന്ന്. 1, നമ്മളെന്താ പറയണത്. 2, എന്തിനാണ് അങ്ങനെ പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ഇതിനെ വിമർശിക്കുന്നവർ എന്ത് പറയുന്നു, അതിൻ്റെ മറുപടി എന്താകുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒന്നാമത്തെ കാര്യം ആദ്യം പഠിക്കണം. ഇലാഹിയത്ത് എന്നാൽ എന്താണ്, എന്നിട്ട് ബാക്കിയുള്ളത്. അതുപോലെ ഓരോന്നും പഠിക്കുമ്പോൾ നിരീശ്വരവാദം പഠിക്കുമ്പോൾ നിരീശ്വരവാദം എന്നാൽ എന്താകുന്നു, യുക്തിവാദം പഠിക്കുമ്പോൾ യുക്തിവാദം എന്നാൽ എന്താണ്, ലിബറലിസം എന്നാൽ എന്താണ്, ഇങ്ങനെ ഓരോ സാധനവും എന്താണ് എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്ന വാദമാണ് നിരീശ്വരവാദം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇലാഹിയത്ത്, അള്ളാഹു ഉണ്ട് എന്ന വാദമാണ് ഇലാഹിയത്ത് എന്ന് പറയുന്നത്. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? അള്ളാഹു വാജിബാണ്, ഉണ്ടാകൽ വാജിബായതിനാൽ ഉണ്ട്. അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുല്ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ്. ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ ഈ കാര്യങ്ങളാണ്. 1, അള്ളാഹു മൗജൂദുൻ. 2, ഖദീമുൻ ബാഖി. അത് രണ്ടും കൂടി ഒന്നാണ്. മൂന്നാമത്തേത് മുഖാലിഫുല്ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ്. ഇത് ഒന്നുമാണ്. അങ്ങനെ 4 എന്നും വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 3 എന്നും പറയാം. ഖദീമും ബാക്കിയും കൂടി ഒന്നാക്കിയിട്ടും പറയാം, വേറാക്കിയിട്ടും പറയാം. അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹുവിൻ്റെ പാട്ടാണ് അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കി. ചെറിയ കുട്ടികളായ നമ്മളെ സമയത്ത് വരെ മദ്രസയിലെ പാഠപുസ്തകത്തിൽ